ഇത്രയായിട്ട് മതിയായില്ലേ? എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? ഞാൻ ഒരു എക്സസൈസിന് വേണ്ടി ചെയ്തതല്ലേ. എന്തിനാ? എനിക്കിവിടെ സ്വൈര്യ സമാധാനം വേണം. ഞാൻ ഒരു എക്സസൈസ് ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് എന്ത് സ്വൈര്യക്കേടാ ഉണ്ടാവുന്നേ? അതോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ എല്ലാം പറഞ്ഞതല്ലേ, അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നീ പറഞ്ഞിടത്തോളം മതിയായി. ഞാൻ അമ്പലത്തിൽ പോവാം. അടുക്കളയിൽ ചെന്ന് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോ. താങ്ക്സ്. എന്തിന്? അല്ല, അന്ന് അമ്മ ഇത്രയെങ്കിലും മിണ്ടിയല്ലോ. ഇന്ന് നിക്കറൊന്നും കിട്ടിയില്ലേ? എന്നും നിക്കറിട്ട രസമില്ല, ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ? നീ ആഹാരം കഴിച്ചായിരുന്നോ? ഇല്ല, ഇന്ന് ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേയാ. അച്ഛൻ എന്തേ? മുറിയിലുണ്ട്. ആ ശരി, പറഞ്ഞേക്ക്. ആ ശവം പോയോടി. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നില്ലേലും നമ്മുടെ കുഞ്ഞല്ലേ. അത് നിനക്ക്. എൻ്റെ മനസ്സിൽ അവൾ എന്നേ മരിച്ചു കഴിഞ്ഞു. കോഴി കൂട്ടി നിറങ്ങി അടി രാവിലെ എങ്ങോട്ടാ? ഈവനിങ് വാക്ക്ടാ. പുള്ളിയെ പറഞ്ഞ കാര്യമില്ല. കൊച്ചനാ ഗ്ലാമറാടാ. ഇവിടെ കിട്ടുന്നൊരു ബാക്കി. എടാ നിനക്കൊന്നും വേറെ പണിയൊന്നും. നീ നോക്കി വരുന്ന ആറുമുള വള്ളങ്ങളിൽ ഞാനും അവൾ ഒന്നിച്ചിരുന്ന് കാണാം. പിന്നെ അവൾ അക്കരയില് നീ ഇക്കരയില്. ആ എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ കണക്കല്ല, ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് സർജറി. എല്ലാം മനസ്സിലായോ? വള്ളംകളിക്ക് ഇവിടൊക്കെ തന്നെ കാണണം. ഏത്? ഹായ്, ഞാൻ നിമിഷ. ഞാൻ ആദ്യമായിട്ടാണ് ലൈവിൽ വരുന്നത്. എനിക്ക് അത്രയ്ക്ക് ഫ്രണ്ട്സൊന്നും ഇല്ല. അപ്പോൾ ആരെങ്കിലും എൻ്റെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഹലോ തരാമോ? റിപ്ലൈ ഒന്നും വരുന്നില്ലല്ലോ. ആരും ഇല്ലെന്ന് തോന്നുന്നു. ഹായ് സനൂപ്. ഹായ് അഞ്ജു. ഓക്കെ, ലൈവ് സക്സസ് ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് ലൈവിൽ വന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ലൈവ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഓക്കെ, ഇനി എന്തായാലും ഞാൻ കാര്യം പറയാം. ജീവിതത്തിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഒരുപാട് സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്. കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അത്യാവശ്യം ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അടിച്ചുപൊളി ലൈഫും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അറിയാത്തതും അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ഫീലിംഗ് ഉണ്ട്. സെക്സ്. ഐ വാണ്ട് ടു ഹാവ് സെക്സ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് വരാം. ബട്ട് ഐ ഡോണ്ട് കെയർ. മൺഡേ ഇതേ സമയം ഞാൻ ലൈവിൽ വരും. അപ്പോൾ എന്നോടൊപ്പം സെക്സ് ചെയ്യാൻ താല്പര്യമുള്ള ഈ ലൈവ് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഒരാളെ എന്തായാലും ഞാൻ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ മൺഡേ കാണാം. ബൈ. എൻ്റെ പൊന്നടാവ്. എന്നാലും ഇന്നലത്തെ ലൈവ് കടുപ്പം തന്നെ. അതെ അതെ, തൊണ്ടർ പങ്കാളി എൻ്റെ കൊച്ചു വരുന്നു. എനിക്കൊക്കെ വേണ്ട ഇതിനെ. അതെന്നാ വർത്താനം അങ്ങനെ? ഇന്നലെ നീ ഇങ്ങനല്ലല്ലോ പറഞ്ഞേ. നീ ആറന്മുള ആറ്റി പോകുന്നു, വള്ളംകളി കാണുന്നു, നീന്തുന്നു, മറിയുന്നു. ഞാൻ അറിഞ്ഞു ഇങ്ങനത്തോളം. ആ എല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങളെപ്പോലെ ചെറുക്കും വെറൈറ്റി ഉള്ള ആമ്പിള്ളേരുണ്ടായിട്ടാണ് നീ ലൈവിൽ പോയത്. നിനക്ക് ഈ കലിങ്ക വന്ന് നോക്കിയാൽ പോരായിരുന്നു. ഇതാണ് ഈ നാട്ടിലെ വെറൈറ്റി. നിങ്ങളൊന്നും ഒട്ടും അപ്ഡേറ്റഡ് അല്ല. ഈ നാട്ടിലെ വെറൈറ്റി വരാത്തോണ്ടാണ് നീ ലൈവ് പോയത്. എന്നെപ്പോലൊരു മോഡേൺ ആയ പെണ്ണ് ഇങ്ങനെയല്ല ചിന്തിക്കൂ. എങ്ങനെ നീ ലൈവ് കമന്റ് ഇടുന്നേ? ആളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാം. നീ ഇത് കണ്ടോ? നാട് മൊത്തം അവളെ പറ്റിയുള്ള ചർച്ചയാ. ഇതേ സമയം ഞാൻ ആരുടെ കാര്യം ഈ പറയുന്നത്? കാണാം. എന്നോടൊപ്പം സെക്സ് ചെയ്യാൻ താല്പര്യമുള്ള ഈ ലൈവ് വീഡിയോ താഴെ കമന്റ് ചെയ്യുക. അതിൽ നിന്ന് ഒരാളെ എന്തായാലും ഞാൻ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? പോയി ചാക. നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇച്ചിരി വിഷം മേടിച്ചതാ. എന്നിട്ട് എന്താന്ന് വെച്ചാൽ അയക്കോ. ഇത്രയായിട്ടും നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ? നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിരിക്കണം. ഇല്ല അമ്മ, എനിക്ക് അടുത്ത തിങ്കളാഴ്ച വരെ സമയം വേണം. ചേട്ടാ ചേട്ടാ, ഇതാ വരുന്ന കൊച്ചിനെ കണ്ടോ?
ഇത് നമ്മുടെ ബാലേന്ദ്രന്റെ മോളല്ലേ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഇപ്പോൾ ഫേസ്ബുക്കിൽ താരം അതെന്താ ലൈവ് ഒന്ന് സെക്സി ആണെന്ന് പറഞ്ഞോളല്ലേ. ഇവിടെയൊക്കെ ഒരു ധൈര്യമേ. ഈ കൊച്ചോ? അതേട്ടാ. അമേരിക്ക, ഇംഗ്ലണ്ട്, റഷ്യ എന്നീ വികസിത രാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തും കടന്നു വന്നിരിക്കുകയാണ്. പ്രഭാകരൻ പിള്ളയുടെ ചിന്തകൾക്കും അപ്പുറം 1-2 നഗരങ്ങളിൽ മാത്രം ചേക്കേറുമെന്ന് കരുതിയ ഈ സംസ്കാരം ഇന്ന് നമ്മുടെ നാട്ടിലും കടന്നു വന്നിരിക്കുകയാണ്. പ്രഭാകരൻ പിള്ള ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിൽ ഇത് ഞാൻ അനുവദിക്കില്ല. ഇതിനെ ശക്തമായി പ്രഭാകരൻ പിള്ള എതിർക്കും. സർക്കാർ പിൻവാങ്ങിയെടുത്തു നിന്നും പ്രഭാകരൻ പിള്ള മുന്നേറും. പ്രഭാകരൻ പിള്ളയ്ക്ക് ഈ നാട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ തലയിൽ കൂടെ മുണ്ടിട്ട് പോകാൻ പറ്റില്ല. ആരായിട്ട് പ്രഭാകരൻ പിള്ള? ജാടയാണല്ലേ. ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം പ്രഭാകരൻ പിള്ള ആരാണെന്ന്. ജാടയുണ്ട്, പക്ഷെ പ്രഭാകരൻ പിള്ള അറിയില്ല. ഞാനാണ് പ്രഭാകരൻ പിള്ള. ഓ, താങ്ക്സ്. എന്തിന്? അറിയാത്തൊരു കാര്യം പറഞ്ഞു തരുമ്പം താങ്ക്സ് പറയണമല്ലോ. അപ്പം നീ തീരുമാനിച്ചുറപ്പിച്ചോ പ്രഭാകരൻ പിള്ള ഈ നാട്ടുകാരെയും നാണം കെടുത്താമെന്ന്? ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊരു ലൈവ് ഇട്ടത് കൊണ്ട് ഈ നാടിനും പ്രഭാകരൻ പിള്ളയ്ക്ക് എന്ത് നാണക്കേടാ അപ്പം ഉണ്ടാവും? നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഇല്ല. ഇല്ല പ്രഭാകരൻ പിള്ള ചേട്ടാ. കൊച്ചു പേടിച്ചു പോയി. ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതല്ലേ. ഇനി ഞങ്ങളെയൊക്കെ കളിപ്പിക്കാൻ വേണ്ടി ആണോന്നറിയാൻ. കളിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ ചേട്ടാ? അപ്പോൾ എങ്ങനെ ഞങ്ങളെ ഉള്ളവരൊക്കെ പരിഗണിക്കുമോ? എന്തായാലും ചേട്ടാ കമന്റ് ഇട്ടേക്ക്. കണ്ടിട്ട് എല്ലാവരും കാണില്ല. ഒരു നാട്ടുകാരെന്ന നിലയിൽ വേറെ എന്തായാലും നാട്ടുകാരെന്നുള്ള നിലയിൽ പരിഗണിക്കാം. ശരി, കാണാം. കാണണം. എവിടെ അമ്പലത്തിലേക്കായിരിക്കും അല്ലേ? അതെ വരുന്നു. ഞങ്ങൾ ദൈവം കണ്ടിട്ട് വരുവാ. നമ്മളൊക്കെ എന്തിനാ അമ്പലത്തിൽ വരുവാ? ദൈവത്തെ കൂടെ നാണം കെടുത്താൻ. ഹലോ ചേട്ടാ, ഒന്ന് നിന്നേ. ചേട്ടൻ്റെ പേരെന്താ? എന്തിനാ എന്നെ സെലക്ട് ചെയ്യാനാണോ? ആണെന്ന് കരുതിക്കോ, പേര് പറ. സനൂപ്. സനൂപ് ചന്ദ്രനാണ്. എൻ്റെ ലൈവിൽ 238ാമത്തെ കമൻറ്റ് ചേട്ടൻ്റെ. അതും 1 മണിക്കൂറിനുള്ളിൽ ഐ ആം റെഡി എന്ന് കമൻറ്റ് ഇട്ടാൽ നിനക്ക് അമ്പലത്തിൽ വരാമെങ്കിൽ എനിക്കും അമ്പലത്തിൽ വരാം. കേട്ടോടാ? ഹായ്. ഈ പ്രാവശ്യം എന്തായാലും ലൈവ് പോകുന്നുണ്ടെന്ന് ഉറപ്പായി. കാരണം എൻ്റെ ഫസ്റ്റ് ലൈവ് വീഡിയോയിൽ 100 പേര് താഴെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്തായാലും എല്ലാവരും വെയിറ്റിങ്ങിലാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ആരെ സെലക്ട് ചെയ്തെന്ന് അറിയാൻ വേണ്ടി. അതിനു മുമ്പായിട്ട് ഞാനൊരു ചെറിയ കഥ പറയാം. 2 വർഷം മുമ്പ് എൻ്റെ അനുവാദമില്ലാതെ എനിക്കൊരു കൂട്ടുകാരി ലഭിച്ചു. അവളത്ര നല്ല കൂട്ടുകാരിയായിരുന്നില്ല. ഞാൻ അവളെ ഒരുപാട് ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവൾ എന്നെ വിട്ടു പോയില്ല. അവൾ എൻ്റെ വീട്ടുകാർക്കും ബന്ധുക്കാർക്കും മാത്രമേ അറിയത്തുള്ളായിരുന്നു. അവൾ കാരണം എൻ്റെ വീട്ടിലുള്ളവർ എന്നോട് മിണ്ടാതായി. റിലേറ്റീവ്സ് പിന്നെ വീട്ടിൽ വരത്തുമില്ലായിരുന്നു. എൻ്റെ അച്ഛനാണെങ്കിൽ എന്നോട് മിണ്ടിയിട്ട് 2 വർഷമായി. അമ്മ പിന്നെ മിണ്ടുന്നതായിട്ട് വരുത്തി തീർക്കുമായിരുന്നു. കഥ ഇവിടെ തീർന്നു. എന്തായാലും കുറച്ച് പേർക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവം പറഞ്ഞിട്ട് തിരിച്ചു വരാം. നമ്മുടെ നാട്ടിലെ മാന്യൻ, വേണമെങ്കിൽ പകൽ മാന്യൻ എന്ന് വിളിക്കാം. പുള്ളി ഞാൻ ലൈവ് വീഡിയോ ഇട്ടതിന് ശേഷം പുള്ളി എന്നെ ഉപദേശിക്കാൻ വന്നു. സത്യത്തിൽ മനസ്സുകൊണ്ട് ഞാൻ സന്തോഷിച്ചു. കാരണം ഞാൻ തെറ്റായ രീതിയിൽ സഞ്ചരിക്കുകയാണെന്ന് വിചാരിച്ച് പുള്ളി എനിക്ക് ഒരു ശരിയായ മാർഗം കാണിച്ചു തരുമെന്ന് കരുതി. പക്ഷേ പുള്ളി എൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചു. അതിൻ്റെ കൂടെ പുള്ളി നാട്ടുകാരനാണെന്നുള്ള പരിഗണനയും എന്നോട് അഭ്യർത്ഥിച്ചു. ആദ്യം ഞാൻ പേര് പറയണ്ടെന്നാണ് കരുതിയത്. പക്ഷേ പുള്ളി മാന്യത കാണിച്ച് നാട്ടുകാരെ പറ്റിക്കുകയാണെന്ന് തോന്നിയപ്പോൾ എന്തായാലും ഞാൻ പുള്ളിയുടെ പേര് പറയാം. പ്രഭാകരൻ പിള്ള. എനിക്കെൻ്റെ വീഡിയോ വൈറലാക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് സെക്സ് എന്ന പ്രയോഗം ഞാൻ എൻ്റെ ലൈവിൽ കൊണ്ടുവന്നത്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ വീട്ടുകാരും റിലേറ്റീവ്സും ഒക്കെ കരുതിയിരുന്നത് ഞാനാണ് ആ കൂട്ടുകാരെ കൂട്ടുപിടിച്ചതെന്ന്. ഞാൻ എത്ര പറഞ്ഞിട്ടും അവരെന്നെ വിശ്വസിച്ചില്ല. എനിക്കെന്തായാലും ഇനി ജീവിതമുണ്ട്. അവൾ കാരണം എൻ്റെ ജീവിതം ഇല്ലാതാവുന്നുമില്ല. എൻ്റെ ശരീരത്തിൽ അവൾക്ക് മുറിവേൽപ്പിക്കാൻ കഴിയും. അതിനെ എന്തായാലും ഞാൻ അതിജീവിക്കും. പക്ഷേ എൻ്റെ എല്ലാമായിരുന്നവർ എൻ്റെ മനസ്സിലേൽപ്പിച്ച മുറിവ് അതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആ കൂട്ടുകാരി ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV. സമൂഹത്തിൽ HIV പോസിറ്റീവായ ആളുകളെ ഇന്ന് ഒരു തെറ്റായ രീതിയിലൂടെയാണ് കാണുന്നത്. ആരോഗ്യ മേഖലയിലും മറ്റു മേഖലയിലും ഇതിനെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിട്ട് പോലും ആർക്കെങ്കിലും ഒരാൾക്ക് HIV പോസിറ്റീവായാൽ അതെല്ലാവരും സെക്സിൽ കൂടെയാണെന്നാണ് കരുതുന്നത്.
ഞാൻ ഈ പറയുന്നത് കൊണ്ട് ആരും മാറില്ല. കാരണം എനിക്ക് HIV പോസിറ്റീവ് ആയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പോലും എന്നെ അതേ രീതിയിൽ തന്നെയാണ് കണ്ടത്. അതിനെ എനിക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. എല്ലാവരും മാറി ചിന്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 1-2 പേർ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ HIV പോസിറ്റീവ് ആയവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു പ്രചോദനമായിരിക്കും. സെക്സ് എന്ന പ്രയോഗത്തെ ഇന്നും സമൂഹം ഒരു തെറ്റായ രീതിയിലാണ് കാണുന്നത്. തെറ്റായ രീതിയിൽ എന്ത് ചെയ്താലും അത് കേൾക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആരുമില്ല. ഞാൻ സെക്സ് ചെയ്യാൻ താല്പര്യം കാണിച്ചതുകൊണ്ടാണ് എൻ്റെ ഇന്ന് ഈ ലൈവ് വീഡിയോ ഇത്രയും ആളുകൾ കാണുന്നത്. ഞാൻ ആദ്യമേ എൻ്റെ ലൈവ് വീഡിയോയിൽ വന്ന് HIV ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലൈവ് വീഡിയോ ആരും കാണില്ലായിരുന്നു. ഈ ലൈവ് കാണുന്ന ഒരാളെങ്കിലും മാറി ചിന്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. HIV എന്നെ ബാധിക്കുന്നില്ല. എനിക്ക് ഇനിയും ജീവിതമുണ്ട്. അതിന് അച്ഛനും അമ്മയും എൻ്റെ കൂടെ എന്നാൽ അതിനെ ഞാൻ അതിജീവിക്കും. ഇല്ലെങ്കിൽ ഞാൻ തളരും. എന്നെക്കൊണ്ട് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മോളെ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. സോറി, ഞങ്ങളൊട്ടും അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ പൊളിയല്ലേ?